ഹലോ, എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ് കേട്ടോ. ഫസ്റ്റത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോത്തും മോളും ഹയമോളും അങ്ങനെ എൻ്റെ 2 പിള്ളേരുമായിട്ടുള്ള എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗ്. അപ്പോൾ ഈ വ്ളോഗിൽ പാൽ കൊടുക്കുന്നു കിടത്തുന്നു ആയിരിക്കും നിങ്ങൾ മിക്കതും കാണാൻ പോകുന്നത്. അപ്പോൾ പാലൊക്കെ കൊടുത്തതിന് ശേഷം ഞാനിതാ നമ്മുടെ ഹയമോള് സംഭവം ആദ്യമൊക്കെ ഇങ്ങനെ പാൽ കുടിച്ച ശേഷം ഭയങ്കര ഇറിറ്റേഷൻ പോലെ കാണിച്ചായിരുന്നു, ഇങ്ങനെ അതായത് ചുമയൊക്കെ. അപ്പോൾ ഇത്തവണ കുറച്ച് ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ സംഭവം. ഇങ്ങനെ തട്ടണ വീഡിയോ ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റിയത്, അല്ലെങ്കിൽ അതിനുള്ള സമയമൊന്നും എനിക്ക് കിട്ടാറില്ല. അപ്പോൾ അതാ നമ്മൾ പാൽ കൊടുത്തതിന് ശേഷം ഇങ്ങനെ തട്ടണല്ലോ. അപ്പോൾ അതിന് ശേഷം ഒരു ഗ്യാസ് അങ്ങനെ പോകണത് ഇങ്ങനെ ചെവി ഇങ്ങനെ വെച്ച് ഞാൻ ഇങ്ങനെ കേൾക്കും. അപ്പം നമുക്കൊരു സമാധാനം, അത്യാവശ്യത്തിന് പാലായി. അപ്പോൾ ആ ഒരു സമാധാനം കേട്ടിട്ട് ഞാനിതപ്പോൾ ഇങ്ങനെ കിടത്തുകയാണ് കേട്ടോ ആളേനെ. അപ്പോൾ കിടത്തുന്നേക്കാളും മുന്നേ ഞാൻ ഒന്നുകൂടി എനിക്ക് പേടിയാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ കുറേ ന്യൂസ് നമ്മൾ കേൾക്കല്ലേ, അങ്ങനെ കുടുങ്ങി ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം എൻ്റെ കയ്യിൽ കിടത്തിയിട്ട് ഓക്കെ അല്ലേ എന്നൊക്കെ ഒന്നുകൂടി നോക്കിയിട്ടൊക്കെയാണ് എടുത്തത്. അപ്പോൾ എനിക്കൊരു ഇറിറ്റേഷൻ വരില്ല, കാരണം സമയം അത്യാവശ്യം നേരമായി. അപ്പോൾ ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ വെക്കൂട്ടെ വെറുതെ. അപ്പോൾ ഇതിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഈ ചെറുപ്പ്. കാരണം നമ്മുടെ ഹൈക്ക് രാവിലെ ഒരു ചെറിയ നീരുവീഴ്ച തോന്നിയെങ്കിലോ അത്ര കാര്യമാക്കിയില്ല, പക്ഷേ ഈവനിങ് ആകുമ്പോഴേക്കും കുറച്ചുകൂടെ അത് കൂടി. അപ്പോൾ ഞങ്ങൾ വേഗം ഇവിടെ കുന്നംകുളത്തുള്ള ഞങ്ങളുടെ രാജഗോപാൽ ഡോക്ടർ, അതായത് റൂത്തിനെ കാണിക്കുന്ന ഡോക്ടറാണ് കേട്ടോ രാജഗോപാൽ ഡോക്ടർ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡോക്ടറാണ്, കാരണം എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നോക്കും. നമുക്ക് എന്തുണ്ടെങ്കിലും ഇനി എമർജൻസി ഒക്കെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോളേക്ക് ഓടാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ ഡോക്ടറെ കാണിക്കാൻ പറ്റിയത് വലിയ കാര്യമാണ്, കാരണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡോക്ടറെയും കിട്ടി. റൂത്തിൻ്റെ ഡോക്ടറാണ് നമ്മുടെ ഇപ്പോൾ ഹയമോളുടെ ഡോക്ടറുമായി. അപ്പോൾ റോയലിരിക്കുന്ന ഡോക്ടറാണ് കേട്ടോ അത് കുന്നംകുളത്ത്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ യൂസ് ചെയ്തായിരുന്ന ഒരു ബ്ലൂ കളർ കണ്ടില്ലേ, അത് റൂത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നില്ല, പക്ഷേ ഹയയുടെ സമയമായപ്പോൾ നമുക്കതിങ്ങനെ മൂക്കിലിരിക്കുന്ന നീരുവീഴ്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അവർക്കൊരു ഇറിറ്റേഷനായിട്ട് അത് അവരുടെ മൂക്കിൽ തന്നെ ഉണ്ടാവില്ല. സംഭവം ഹോസ്പിറ്റലിൽ പോയിട്ട് ഞങ്ങൾക്ക് ഹൈക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ ഞാനും അലക്സൊക്കെ വെറുതെ ചുറ്റി, കുന്നങ്ങളൊക്കെ ചുറ്റി. അപ്പോൾ ഇതാ ഹയാനൊക്കെ ഉറക്കി കെടുത്തിയിട്ട് നമ്മുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്ത മരുന്നിൽ ഒന്നാണ് ഈ സലൈന എന്ന് പറഞ്ഞിട്ട് ഈ മൂക്കിൽ ഒറ്റിക്കുന്ന തുള്ളി മരുന്നുണ്ടല്ലോ അത്. പിന്നെ നമ്മുടെ ചീർപ്പുണ്ട് ഞാൻ എപ്പോഴും ചീകി കൊടുക്കാനൊന്നുമല്ല കേട്ടോ ഇത് മേടിച്ചത്, പിന്നെ കണ്ടപ്പോൾ വെറുതെ മേടിച്ചതാണ്. കാരണം ഞാൻ വീഡിയോസിൽ ഇങ്ങനെ കാണാറുണ്ട് സംഭവം ഇങ്ങനെ ന്യൂ ബോൺസിൻ്റെ ഒക്കെ ഇങ്ങനെ സെറ്റാക്കി കൊടുക്കുന്നത്, പക്ഷെ അവരുടെ അങ്ങനെ ആവശ്യമൊന്നുമില്ല എപ്പോഴും സെറ്റാക്കണത്. എനിക്ക് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം തന്നെ ഞാൻ സൗണ്ട് കൊടുക്കുന്നത് 3:31 കേട്ടോ പുലർച്ചെ, കാരണം നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഉറക്കമൊന്നുമില്ല. അപ്പം നമ്മൾ കിട്ടുന്ന സമയം നമ്മൾ നല്ലോണം ഉറങ്ങാനൊക്കെ ശ്രമിക്കണം. ആവശ്യത്തിന് ഉറക്കം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹാപ്പിയാണല്ലോ. അപ്പോൾ അതാ ഉണ്ണിനെ ഉറക്കി കിടത്തി എന്ന് പറയുമ്പോഴേക്കും പിന്നെ എഴുന്നേറ്റു. പിന്നെ ഉറക്കല്ല എണീറ്റിൽ ഞാൻ നെറ്റിൽ കിടത്തിയിട്ടാണ്, കാരണം എനിക്ക് മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കാണ്ട് അതൊക്കെ സ്കിപ്പാവണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഈ ഒരു സംഭവമൊക്കെ എംപ്റ്റി ആയിരുന്നു കേട്ടോ ബാസ്ക്കറ്റ്. ഇപ്പം നോക്ക് റൈറ്റിൽ ഹയയുടെ മരുന്നൊക്കെ നോക്ക്, ഇപ്പുറത്തെ എൻ്റെ മരുന്നും. ഈ ഒരു നിമിഷം മതി കേട്ടോ മരുന്നുകളും കാര്യങ്ങളൊക്കെ ഒന്ന് വന്നെന്ന് അറിയാൻ. അപ്പോൾ അതാ നമ്മുടെ ഹയ എഴുന്നേക്കാണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ഈ നെറ്റിൽ കിടക്കുമ്പോൾ നമുക്ക് അയ്യോ എന്നെ എന്തെങ്കിലും ഇറിറ്റേഷൻ ആണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം തുറക്കാറുണ്ട്. അപ്പോൾ ഉറങ്ങാൻ പോയായിരുന്നു കുട്ടി വേഗം എഴുന്നേക്കും. പക്ഷെ ഇത്തവണ ഞാൻ കണ്ണൊക്കെ തുറന്നാൽ ഞാനിങ്ങനെ നോക്കുകയാണ് എണീക്കാനുള്ള ശ്രമമാണോ അതോ പിന്നെയും ഉറങ്ങാനുള്ള ശ്രമമാണോ എന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളാകെ ചമ്മിപ്പോവും, കാരണം നമ്മൾ നെറ്റൊക്കെ തുറന്ന് വേഗം എടുക്കും, പക്ഷെ അപ്പോഴാവും നല്ല ഉഷാറാവുക. കാരണം സംഭവം ഉറങ്ങാൻ പോയായിരുന്ന കുട്ടിയെ നമ്മൾ അപ്പോൾ എഴുന്നേൽപ്പിക്കണ പോലെയാവും. ഇതിപ്പോൾ എടുത്തിട്ടുള്ളൂ ആൾ. അപ്പോൾ ഞാൻ ഇപ്പം എനിക്ക് ആ നാക്ക് കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയാണ്, അപ്പോൾ അത് ഉറങ്ങി കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് നെറ്റ് തുറന്നെങ്കിൽ ഇപ്പം എന്തായി, പിന്നെയും ഉറക്കി കിടത്തേണ്ട വന്നായിരുന്നു. സംഭവം നമുക്ക് രസമാണ്, പക്ഷെ ഇപ്പം അവർക്കും ആവശ്യത്തിന് ഉറക്കം വേണമല്ലോ. അപ്പോൾ അതേ കണ്ട ആൾ കണ്ണൊക്കെ ജസ്റ്റ് ഒന്ന് വെറുതെ തുറന്ന് നോക്കിയതാണ് കേട്ടോ. അതേപോലെ തന്നെ ഉറങ്ങുകയാണ് ആൾ. അപ്പോൾ ആൾ ഹാപ്പി ആയിട്ട് ഉറങ്ങട്ടെ. അപ്പോൾ ഇതന്നെയാണ് നമ്മുടെ പരിപാടി, ഉറക്കുക, കിടത്തുക, എണീപ്പിക്കുക, പാൽ കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ് കേട്ടോ പരിപാടി. അപ്പോൾ ഞാൻ ചെന്ന് നമ്മുടെ റൂത്തിൻ്റെ മരുന്ന് എവിടെയാണ് വെച്ചതെന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ പോയി. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വേഗം ചെന്നിട്ട് മരുന്ന് നോക്കാൻ കേട്ടോ. ഇനി നാളെ കൊടുക്കേണ്ടതാണ്. റൂത്തിന് 5 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാലുവേനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പനിയും വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വിചാരിക്കരുത് രാവിലെ ചെയ്യുന്നു, കണ്ടില്ലേ ഈ സമയം എൻ്റെ പപ്പയും മമ്മിയും വന്ന് നോക്കുകയാണ് ഹയ കൊണ്ട് എനിക്ക് ഇറിറ്റേഷൻ ആണോ, എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ടോ എന്നൊക്കെ. എൻ്റെ പപ്പയും മമ്മിയും വന്ന് അവളുടെ ഭാഗത്ത് ഞാൻ ഓക്കെ അല്ലേ എന്നൊക്കെ നോക്കാൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നിട്ട് ഈ സമയം അവർ എഴുന്നേറ്റ് അവരുടെ റൂമിൽ പോയിട്ട് റൂത്തിനെ നോക്കുകയാണ്. ഞാൻ അവളുടെ റൂമിൽ അവളെ നോക്കാൻ വന്നു എന്ന് അറിഞ്ഞിട്ട് ആൾ എൻ്റെ റൂമിലേക്ക് വന്നിക്കാനായിട്ട് ബാത്റൂമിലേക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കാലും ഞൊണ്ടിയിട്ട് വരണ ആൾ, കാരണം കാല് വേദന തുടങ്ങി. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നേഴ്സും ഡോക്ടറൊക്കെ 5 വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ പനി വരുത്തും കാല് വേദന ഉണ്ടാക്കുന്നു കേട്ടോ. അപ്പോൾ റൂത്ത് എൻ്റെ കൂടെ എടുക്കില്ല, കാരണം AC ഫാനും ഇട്ടിട്ടില്ല. ഞാൻ ഹൈക്ക് വയ്യ അങ്ങനെ നീരുവീഴ്ചയ്ക്കില്ല, അതുകൊണ്ട് ഇട്ടിട്ടില്ല. അതുകൊണ്ട് അപ്പാപ്പൻ്റെ റൂമിലേക്ക് വേഗം ഓടിപ്പോവാണ്. അപ്പോൾ ഒന്ന് വന്ന് നോക്കുക, ഞാൻ ഫാൻ AC ഇട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കിടക്കാമല്ലോ. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ എനിക്ക് നിപ്പിൾ ക്രാക്ക് ഉണ്ട്,
കാരണം എൻ്റെ ഇവിടെ ഈ പാല് കുടിക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോവുക. അപ്പോൾ എനിക്ക് ഭയങ്കര നീറ്റും വേദനയൊക്കെയാണ് മോള് പാല് കുടിക്കുമ്പോൾ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞേ പണ്ടത്തെ ആൾക്കാരുടെ പോലെ ഇങ്ങനെ എല്ലാം സഹിക്കണം എന്നൊന്നും ഇല്ല എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എത്ര ക്രാക്ക് വന്നാലും എത്ര വേദന എടുത്താലും ഞാൻ എൻ്റെ ഇതൊന്നും ഇങ്ങനെ പാല് കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ പാലുണ്ടെങ്കിൽ പാല് പിഴിഞ്ഞിട്ട് അതിങ്ങനെ ഗോകർണം അതുപോലെ അല്ലെങ്കിൽ ഫീഡിങ് ബോട്ടിലൊക്കെ വെച്ച് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗോകർണം വെച്ചിട്ട് പാല് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് സക്സസ് ആയി. അപ്പോൾ ഗ്യാസ് കളയാണ് ഞാൻ, അത് ഏറ്റുണ്ട് ആ സംഭവം. അപ്പോൾ ഗോകർണം വഴി അത് കൊടുക്കലേറ്റു. അപ്പോൾ അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് സംഭവം. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഒരാളുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ സെറ്റാക്കാമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കെടുത്തിയത് എനിക്ക് ഓർമ്മയുള്ള ആൾ എഴുന്നേറ്റു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി മുണ്ട് മാറ്റാം. കാരണം മുണ്ടല്ല ഇങ്ങനെ ഭംഗിയുള്ള പ്രിൻസൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കെട്ടണത്. പിന്നെ മുണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ സ്നഗ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സ്നഗ് ഇട്ട് കൊടുക്കണതിന് മുന്നേ ഞാൻ എല്ലാ മേത്തും ഇങ്ങനെ ലോഷൻ തേക്കും. കാരണം സ്നഗ് ഇട്ടിട്ട് ഇനി അതൊരു അലർജി ഉണ്ടാവാൻ പാടില്ലല്ലോ. എനിക്ക് മനസ്സിലായി കെടുത്തി കഴിഞ്ഞാൽ രാത്രികളിൽ പ്രത്യേകിച്ച് സ്നഗ് ഇടുന്നത് നല്ലതെന്ന് എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നല്ലോണം ഇങ്ങനെ പെട്ടെന്ന് കെടുത്താൽ എഴുന്നേക്കാലൊക്കെ കൂടുതലാണ് സംഭവം. അവർ മൂത്രം ഒഴിക്കുമ്പോൾ നനയുമ്പോൾ എഴുന്നേക്കുമല്ലോ. അപ്പോൾ രാത്രിക്ക് ഞാൻ സ്നഗ്ഗിയൊക്കെ അത്രയ്ക്ക് ഇങ്ങനെ വലിയ പുണ്യാളത്തി അമ്മയാവാൻ ശ്രമിക്കണില്ല എന്ന് വിചാരിച്ചു ഞാൻ. കാരണം എൻ്റെ ഹെൽത്തും ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ലോഷനൊക്കെ തേച്ച് നാളെ ഒരു അലർജി വന്നു എന്ന് പറയണ്ട, അവൾക്ക് ഇറിറ്റേഷൻ ആവണ്ട, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നമ്മുടെ ഹൈക്ക് ഇത് തേച്ചോട്ട് കൊടുക്കാം. പിന്നെ മെയിൻ അത് മാത്രമല്ല കേട്ടോ, ഞാൻ ഈ ഒരു രാത്രികളിൽ അവളുടെ ഇങ്ങനെ വെറുതെ അവൾ എഴുന്നേൽക്കുമ്പോൾ അവൾ ഉറങ്ങണില്ലെങ്കിൽ ഇങ്ങനെ കളിക്കുകയാണ്, കണ്ണ് തുറന്ന് ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഉറങ്ങുമ്പോൾ ഒരു അസ്വസ്ഥതയല്ലേ, കാരണം അവരിങ്ങനെ കണ്ണ് തുറന്നിരിക്കും. അപ്പം ഞാൻ കൂടുതൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവളോട് വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മളൊരു ഉഷാറായിട്ടിരിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാവും ഈ സമയത്ത്. കാരണം നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതിലിട്ടാ ഇപ്പോഴത്തെ തമ്മിൽ എന്തൊക്കെയാണ് ആലോചിക്കാമെന്ന് നമുക്ക് തന്നെ അറിയില്ല. അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ അതായത് ഞാനിങ്ങനെ ആലോചിക്കും ഹസ്ബൻഡ് അവിടെ സുഖമായിട്ട് ഉറങ്ങാം അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം നമുക്കിങ്ങനെ ചെറിയൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. അപ്പം നമുക്ക് ആ ഒരു ഞാൻ മാത്രം ഇങ്ങനെ എന്നൊക്കെ തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ആക്റ്റീവ് ആക്കാൻ ഞാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഈ സമയം ഞാൻ വെറുതെ ഒക്കെ സ്നഗ്ഗി ഒന്ന് മാറ്റി ആ മുണ്ടൊക്കെ ഒന്ന് മാറ്റി അവിടെ ലോഷനൊക്കെ തേച്ച് വെറുതെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക ആക്റ്റീവായിട്ട്. ആളും റൂത്തുമോളും ഹയമോളും എഴുന്നേറ്റിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ അവളുടെ കൂടെ ഇങ്ങനെ കളിച്ച് എന്തെങ്കിലുമൊക്കെ ഉഷാറായിട്ടിരിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നമുക്കത് പിന്നീട് നമുക്കതിനിപ്പോൾ ഈ ഡിപ്രഷൻ കാര്യങ്ങളെന്നൊക്കെ കേൾക്കണില്ലേ, നമ്മൾ തന്നെ അതിലേക്ക് നമ്മളതിനെ ഇങ്ങനെ തള്ളിയിട്ടുകൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പാൽ കൊടുക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പൊട്ടാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ 2 സ്ഥലത്തും എനിക്ക് ഇങ്ങനെ പൊട്ടലുകൾ നല്ല കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ അതിൽ തന്നെ കൊടുക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിലും എനിക്കത് ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നു. ഇങ്ങനെ പാൽ കുടിക്കുന്നതോറും എനിക്ക് നല്ല വേദന എടുക്കുക. അങ്ങനെ അമ്മമാർക്കറിയാം ആ സ്ഥലത്തൊക്കെ പൊട്ടിക്കഴിഞ്ഞാത്ത വേദന എന്താവുമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ബോട്ടിലും ഡോക്ടർ പറയണ പോലെ ട്രൈ ചെയ്തു കേട്ടോ. അത്ര പുണ്യാളത്തിയാവാൻ ശ്രമിച്ചില്ല, എല്ലാതും ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ അതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ്. കാരണം എനിക്കിപ്പോൾ പ്രസവരക്ഷയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എനിക്ക് ആ സമയത്ത് അത്യാവശ്യം നേരം സമയം എടുത്തിട്ടാണ് കുളിയും കാര്യങ്ങളൊക്കെ. ഞാൻ പാല് കൊടുത്തിട്ട് വയറ് നിറച്ചിട്ടാണ് അവിടെ ഉണ്ണീനെ കെടുത്തി പോകാനും മമ്മീനെ ഏൽപ്പിച്ച് പോകാമെങ്കിലും ഞാൻ വരുമ്പോഴേക്കും ചിലപ്പോൾ എഴുന്നേറ്റുണ്ടായിരിക്കും. എന്തെങ്കിലും സൗണ്ട് കേട്ട് എഴുന്നേറ്റുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു സംഭവം ഉള്ള കാരണം കൊണ്ട് അതിങ്ങനെ നികന്നു പോകും. കാരണം എൻ്റെ പാൽ തന്നെയാണ് ഞാനിങ്ങനെ നിപ്പിൾ ക്രാക്ക് വന്നെങ്കിൽ ഞാനതിങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കും കേട്ടോ മിക്കതും പാലൊക്കെ. പക്ഷെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞാൽ അതിനും നമ്മൾ അത്രയ്ക്കും പറ്റണില്ലെങ്കിൽ അതിനും നമ്മൾ ശ്രമിക്കേണ്ട. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഷോപ്പിൽ നിന്ന് ഇപ്പം നമ്മുടെ ഹയമോൾക്ക് മഞ്ഞ വന്നപ്പോൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നാനുഗ്രോ കാര്യങ്ങൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അവർ അതിലേക്കും സെറ്റാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യം കളഞ്ഞിട്ട് ഓവർ കോൺഫിഡൻസ് ആയിട്ട് ചെയ്യരുത്. എല്ലാ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യണം എന്നാണ് നമുക്ക് ഡോക്ടർ പറഞ്ഞത്. കാരണം നമ്മുടെ ഹെൽത്ത് കളയരുതല്ലോ. നമ്മുടെ ഹെൽത്ത് നമ്മളിങ്ങനെ വേദനിച്ച് നീക്കാതെ ഇപ്പോഴത്തെ കാര്യങ്ങളിലൊക്കെ ഉണ്ണി അത് കംഫർട്ടാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് പാലുള്ള കാരണം കൊണ്ട് ഞാൻ എൻ്റെ പാൽ തന്നെയാണ് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് ബോട്ടിലും ഗോകർണത്തിലൊക്കെ ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ആൾ 2ലും ഞാൻ സക്സസ് ആയിട്ടോ. അപ്പോൾ ഞാൻ ഉണ്ണീനെ ഉറക്കണു കണ്ട നമ്മുടെ ബോട്ടിലും എപ്പോഴും ഞാൻ ഈ ബ്ലൂ കളറിലുള്ള സംഭവം എടുത്ത് വയ്ക്കും കേട്ടോ. കാരണം മൂക്കിൽ ഇങ്ങനെ തിങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ പാൽ കൊടുക്കുന്ന സമയത്തൊക്കെ കാണുമ്പോൾ ഞാൻ അത് നോട്ട് ചെയ്ത് വയ്ക്കും. പാൽ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അത് എടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഒന്ന് ഇവിടെ കെടുത്തിയിട്ടുണ്ട് ഉറങ്ങിയെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എഴുന്നേറ്റു കേട്ടോ. ആൾക്ക് ഇങ്ങനെ കിടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അങ്ങോട്ട് താല്പര്യം ഇല്ല കേട്ടോ.
എന്നാൽ അങ്ങനെ പിടിച്ചിരിക്കുന്നു വലിയ താല്പര്യമൊന്നുമില്ല. ഏതാണാവോ താല്പര്യം. പിന്നെ എപ്പോഴും എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഈ പാത്രത്തിലാണ് ഞാനിങ്ങനെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഞാൻ ഇനി എൻ്റെ അതായത് പാല് കുടിക്കുന്ന സ്ഥലത്ത് എനിക്ക് മരുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 സ്ഥലത്തും അത് ഇങ്ങനെ തേച്ചിടണം. എന്നാലാണ് എൻ്റെ ആ ക്രാക്ക് പോവുള്ളൂ, പൊട്ടിനതൊക്കെ. അപ്പോൾ അതാ ഞാൻ എൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ആളൊന്നും ഉറങ്ങിയ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് എൻ്റെ നിപ്പിൾസിൻ്റെ മേത്ത് ക്രീമൊക്കെ തേക്കുക, അല്ലെങ്കിൽ അത് ഇങ്ങനെ പൊട്ടല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വേഗം ആ പരിപാടിക്ക് കിടന്നപ്പിക്കും. ആൾ കുറച്ച് നേരം കഴിഞ്ഞപ്പിക്കും എഴുന്നേറ്റു. അതാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഞാൻ വേഗം എൻ്റെ കഴുകി കളഞ്ഞിട്ട് വേഗം പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ പാല് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ രാവിലെ അങ്ങോട്ട് ഉറക്കലും എണീക്കലും ഒക്കെ ആയിട്ട് രാവിലെ ദൈവൊരു സമയമായി. സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടുന്നില്ല. അപ്പം ഞാൻ വേഗം എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ വേഗം റൂത്തിനെ പോയി നോക്കിയിട്ടോ. കാരണം ആളുടെ കാല് എങ്ങനെയുണ്ട്, നടക്കുമ്പോൾ നല്ല വേദന പോലും. ഇന്നലെ തന്നെ ഞാനിങ്ങനെ ഒരു നടക്കണത് കണ്ടു, ആളിങ്ങനെ വേദനിച്ചിട്ട് രാത്രി വന്നത് കണ്ടില്ലേ. അപ്പോൾ പിന്നെ എനിക്ക് എന്താ ചെയ്യുക, വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കോലം കണ്ടില്ലേ. എന്നിട്ട് ഞാൻ സമയം ഇങ്ങനെ നോക്കുകയാണ്. അപ്പം എന്നെ കുളിപ്പിക്കാനൊക്കെ ഉള്ള ചേച്ചി വന്നു കേട്ടോ. അപ്പം ഞാൻ സമയങ്ങളിങ്ങനെ പെട്ടെന്ന് എത്ര പെട്ടെന്ന് അങ്ങനെ പോണേന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ നോക്കൂട്ടാ. അപ്പം എന്നെ കുളിപ്പിക്കണ ചേച്ചിയും അതുപോലെ നമ്മുടെ റൂത്തിനെ കുളിപ്പിച്ച ചേച്ചി, ഇപ്പം ഹയമോളെ കുളിപ്പിക്കണ ചേച്ചി, ഈ നളിനി ചേച്ചിയാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ ചെയ്യണ ആൾ. അപ്പോൾ റൂത്തിൻ്റെ സമയമായപ്പോൾ എനിക്ക് നളിനി ചേച്ചിയുടെ കുളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹയയുടെ സമയത്ത് ഞാൻ നളിനി ചേച്ചീനെ വിളിക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ റൂത്ത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ ഇനി പഠിക്കണം. കാരണം ഇപ്പോൾ ഫുൾ ടൈറ്റ് ഷെഡ്യൂളാണ് എനിക്ക്. ഞാൻ ഭയങ്കര ബിസിയാണ്. കാരണം അതുകൊണ്ട് എനിക്ക് ബോറടിക്കണില്ല കേട്ടോ. കാരണം കുറേ തവണ കാരണം പറഞ്ഞു അല്ലേ. കാരണം റൂത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് കാര്യങ്ങൾ പഠിത്തം ഇതൊക്കെ ആയിട്ട് റൂത്തിനെ നോക്കണം. അപ്പോഴേക്ക് ഹയ ഒരു സൈഡിൽ നിന്ന് എന്ന് പറഞ്ഞു തുടങ്ങും. അപ്പോൾ ഹയനെ നോക്കണം. അങ്ങനെ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ പഠിക്കാൻ കേട്ടോ. UKG ഫസ്റ്റ് ടൈമാണ് ഹിന്ദി റൂത്ത് കാണുന്നത്. അത് ഇഷ്ടം പോലെ ഉണ്ട് പഠിക്കുക. ഹോംവർക്ക് ഉണ്ട്, എഴുതി പഠിക്കാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഹയനെ കുളിപ്പിക്കലില്ല, ഇപ്പോൾ മേല് തുടയ്ക്കലാണ്. കാരണം നീരുവീഴ്ച വന്നല്ലോ. അപ്പോൾ പിന്നെ അധികം നമ്മൾ കൂടുതൽ കുളിപ്പിച്ച് കൊളാക്കണില്ല. അപ്പോൾ റൂത്തിനെ ഹയേനെ നമ്മൾ മമ്മിയുടെ അടുത്തൊന്ന് ഏൽപ്പിച്ചേക്കാണ്. കാരണം എനിക്ക് എൻ്റെ മരുന്ന് രാവിലത്തെ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് കഴിക്കണം. ഇപ്പോൾ മരുന്ന് കാര്യങ്ങളൊക്കെ മറക്കുന്നുണ്ട്. 2 പേരുടെയും മരുന്നായി. ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ അവിടേക്ക് ഇടുകയാണ്. അപ്പോൾ എൻ്റെ മമ്മി പറയുകയാണ് എൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ. അതെൻ്റെ അമ്മയാണല്ലോ. അപ്പോൾ ഈ ഒരു സ്കൂട്ടി പുതിയത് മേടിച്ചുവിട്ട റൂത്ത് എൻ്റെ ഡെലിവറിയുടെ സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ പറയാണ് അവൾക്ക് ഈ സ്കൂട്ടി വേണമെന്ന്. കാരണം ഒന്നും ആലോചിച്ചില്ല, നമ്മൾ സ്കൂട്ടി മേടിച്ചു കൊടുത്തു. അപ്പോൾ നളിനി ചേച്ചി ചോദിക്കുകയാണ് ഇതിന് എത്ര രൂപയാന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇത്ര ഉള്ളോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കളിയാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സുനിത ചേച്ചിയുടെ ചിക്കൻ കറിയാണ് ഈ സംഭവം. അത് പക്ഷേ എനിക്ക് ചിക്കൻ കറി എൻ്റെ ചോറിൻ്റെ കൂടെ അധികം അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല. കാരണം ഈ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വാട്ടിയ പോലത്തെ ഒരു ചുവന്നുള്ളിയല്ല, അത് വെള്ളുള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വാട്ടിയതാണ് കേട്ടോ. അതെനിക്ക് ഇപ്പോൾ ഇങ്ങനെ കഷായം പോലെ എന്തൊക്കെയാണ് സംഭവം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹയമോളേനെ ഉറക്കി കെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും റൂത്തും കൂടെ എന്തായാലും ഹയ ഉറങ്ങിയല്ലോ. അപ്പോൾ ഞാനും റൂത്തും കൂടെ നല്ല ഫുഡ് ഞാനിങ്ങനെ അവൾക്കത് ഇട്ട് കൊടുക്കാൻ കേട്ടോ. പക്ഷെ അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ അത് കഴിക്കണം. അപ്പോൾ പപ്പിയൊക്കെ വരുന്നുണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറായി. അപ്പോൾ നമ്മുടെ റൂത്ത് നടക്കണമെങ്കിൽ പാവം റൂത്തിന് ഈ ബ്ലൂ സംഭവം കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായിട്ട് കേട്ടോ. പക്ഷേ ആൾക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനും റൂത്തും ബെസ്റ്റ് ഫ്രണ്ട്സ്, ഞങ്ങളിങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ഹയേനെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ച പോലെ ഗേളായി എന്നൊക്കെ പറയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം റൂത്തിൻ്റെ കൂടെ ഇരുന്ന പോലെ കുറച്ച് നേരം ഉറങ്ങിയ ഹയേനെ എനിക്ക് ശല്യപ്പെടുത്താൻ തോന്നി. എന്താണെന്ന് എനിക്കറിയില്ല. ഹയ ഉറങ്ങുമ്പോൾ എനിക്ക് ഹയയുടെ അങ്ങനെ ഓരോ പാർട്സ് പോയിട്ട് തൊട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് കഴിഞ്ഞ് എനിക്ക് തോന്നും ഉറങ്ങണില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ ഈ സമയം എന്താണെന്നറിയോ, റൂത്ത് വീട് പണിയുടെ അവിടേക്ക് പോയിക്കായിരുന്നു. അപ്പോൾ പൂളിൽ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂളിലൊക്കെ ഒന്ന് കാലിട്ടൊക്കെ അടിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ ആൾ. അപ്പോൾ ഈ ഒരു സമയം ഞങ്ങളിങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറയും കേട്ടോ. ആ ഒരു സമയമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് സമയമാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർത്താനം പറയാനും രസമാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ ഈ ലുക്ക് നോക്കുകയാണ് എനിക്ക് വയസ്സായോ എന്നൊക്കെ. കാരണം ഞാൻ ഇങ്ങനെ ടയേർഡാവണത് കണ്ടിട്ട് എനിക്ക് തന്നെ ഇങ്ങനെ തോന്നുക ഞാനിനി വയസ്സായോ എന്നൊക്കെ നോക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ മോളും ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ മോളും ഉറങ്ങലും എഴുന്നേക്കലൊക്കെ കഴിഞ്ഞു. പിന്നെയും ഉറക്കി കെടുത്തിയിട്ട് പിന്നെ എഴുന്നേക്കാണ് ആൾ. പിന്നെ ആ സമയം എനിക്ക് ചുവന്നുള്ളി ലേഹ്യം എന്നാണ് ഇതിനെ പറയുക. ആ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒറ്റ ബോട്ടിൽ മാത്രമല്ല,
വേറൊരു ബോട്ടിലും ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ബ്ലഡ് കൂടാനത്രേ. ഇതൊക്കെ ഞാൻ തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ റൂത്തിനെ നമ്മുടെ റൂത്തിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നു. കാരണം അവൾക്ക് ഹോംവർക്ക് കുറേ ഉണ്ട്, പഠിക്കാനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് യൂസ്ഫുള്ളായി എന്ന് പറഞ്ഞില്ലേ ഗോഗറിനും ഫീഡിങ് ബോട്ടിലും, അത് എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പിഴിഞ്ഞു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ മമ്മിക്കായാലും ആർക്കായാലും അവളെ ഫീഡ് ചെയ്യാം, എനിക്ക് എൻ്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ നിപ്പിൾസിന് എനിക്ക് ക്രീമും തേച്ചിടാം ആ സമയത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്, നമുക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പ്രിക്കോഷൻസും ഉപയോഗിക്കണം കേട്ടോ. ഞാൻ എൻ്റെ പാലിനെ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നാൽ നമുക്ക് വല്ല ഡിപ്രഷൻ വരും. ആ വേദനയും സഹിച്ച് പിന്നെ നമ്മൾ എന്തിനപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അത്രയ്ക്കും പുണ്യാളത്തികളാവേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാ നമ്മൾക്ക് പറ്റുന്നതൊക്കെ ചെയ്യാം. നമ്മൾ എന്തായാലും ദ്രോഹമുള്ള കാര്യങ്ങളൊന്നും കുഞ്ഞിന് വേണ്ടി ചെയ്യില്ലല്ലോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എത്തി നോക്കാം നമ്മുടെ റൂത്തിനെയാണ് കേട്ടോ. റൂത്ത് അവിടെ നിന്ന് പറയുന്നുണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കമ്മ എന്ന്. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ ഹയനെ മമ്മിക്ക് കൊടുത്തിട്ട് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കണതിൻ്റെ കോലാണ് നിങ്ങൾ കിച്ചണിൽ കാണുന്നത്. കാരണം സുനിത ചേച്ചിയും നമ്മുടെ നളിനി ചേച്ചി ഒതുക്കിപ്പോയ കിച്ചണാണ് ഇതൊക്കെ. എനിക്ക് കയ്യെത്തും ദൂരത്തെ എല്ലാ സാധനങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാതും അങ്ങോട്ട് പരത്തി വെച്ചു. കാരണം ഹയ എണീക്കണേക്കാളും മുന്നേ എനിക്ക് കാരണം നമ്മൾ പാലും കൊടുക്കണം, എന്നാലേ നമ്മുടെ പാലിങ്ങനെ വന്നുകൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ അത് നമ്മുടെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ നമ്മുടെ ഹൈക്ക് പാൽ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ആൾ എഴുന്നേറ്റു. അപ്പോൾ പാൽ കൊടുക്കുകയാണ് ഞാൻ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. കാരണം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മുടെ മനസ്സിലാതായി കഴിഞ്ഞാൽ നമുക്കത് ആലോചിച്ച് വിഷമിക്കാനുള്ള ബെസ്റ്റ് സമയമാണിത്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി, അത് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത സമയത്ത് നമുക്ക് അത് അങ്ങനെ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഈ സമയത്ത് നമുക്കത് പെട്ടെന്ന് കൊള്ളും. രാത്രി ആകാനുകൊണ്ട് റൂത്ത് ഉറങ്ങിയിട്ടോ. അപ്പം എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡിൽ ഇരിക്കാം കേട്ടോ. ഞാനൊക്കെ എൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. റൂത്തിൻ്റെ മെസ്സേജസ് മാത്രമാണ് കേട്ടോ എൻ്റെ ഫോണിലേക്ക് വരുള്ളൂ. ആരും എനിക്ക് അങ്ങനെ എൻ്റെ വിശേഷങ്ങൾ അറിയണവർ എൻ്റെ മമ്മിയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കുന്നുണ്ട്, എല്ലാതും ഉണ്ട്. ഞാൻ ഈ 2 കുട്ടികളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഫ്രീ ആയിട്ട് എനിക്ക് അത്യാവശ്യം നേരം പോകാനുണ്ട്. കാരണം എത്രയോ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ആരോടും അങ്ങനെ കുറേ നേരം വർത്താനം പറഞ്ഞിരിക്കാനുള്ളൊരു ടൈമും എനിക്കില്ല. ഞാൻ 2 പേരുടെ കാര്യം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ചെറിയ വേദനകളൊക്കെ ഉണ്ട്, എന്നാലും വേറെ ഡിസ്റ്റർബൻസ് ഇല്ല, വേറെ ചിന്തകളൊന്നുമില്ല. ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും ആരോട് ഞാൻ ചോദിക്കണമില്ല, എന്താ അവിടെ വിശേഷം, എന്താ ഇവിടെ വിശേഷം. എനിക്ക് തന്നെ അത്യാവശ്യം വിശേഷങ്ങളുണ്ട്, അതായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത് മരുന്ന് കഴിച്ചിട്ടില്ല, മരുന്ന് കഴിക്കാൻ പോവാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഓരോ ദിവസം പോകണത് കേട്ടോ. ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ. ഇതേ പാറ്റേൺ തന്നെ ആവില്ല. പക്ഷെ നമ്മുടെ ഹയയുടെ കാര്യം ഇതേ പാറ്റേൺ തന്നെയാണ്. കെടുത്ത എഴുന്നേക്കുക ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ മരുന്നൊക്കെ കഴിച്ച് ഞാൻ ഹയനെ നോക്കുകയാണോ ഉറങ്ങാണോ എന്നൊക്കെ. പിന്നെ ഇപ്പോൾ കൂടുതൽ ഞാൻ എന്നെ കുറേ നേരം നോക്കും. കാരണം എന്നിൽ തന്നെ വന്നേക്കണ കുറേ മാറ്റങ്ങൾ ഞാൻ നോക്കുകയാണ് കേട്ടോ. മെയിൻ എനിക്കെന്ന് പറയാനുള്ളത്, ഞാൻ ബോഡി കൊണ്ട് കുറേ ഓക്കെ ആവുകയാണ്. പക്ഷെ മനസ്സുകൊണ്ട് ഇപ്പോൾ ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും എനിക്ക് അതങ്ങോട്ട് എൻ്റെ കുട്ടികളുടെ കാര്യം വരുമ്പോഴേക്കും അതങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഗൈസ്, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാ അമ്മമാരും പ്രത്യേകിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക, എന്നാലേ നമ്മുടെ കുട്ടികളും ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ.